എന്ത് സംഭവിച്ചാലും ഈ ഡീല് നമുക്ക് കിട്ടിയത് നമുക്ക് ചെയ്തേ പറ്റും. കുറച്ച് 6 മാസം. ഹലോ ഹലോ, നിങ്ങൾ എവിടെയാ? ഞാൻ അല്പം ബിസിയാണ് കേട്ടോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഹലോ, നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്ക്? ഒരു അത്യാവശ്യമായിട്ടൊരു ബിസിനസ് മീറ്റിംഗിന് പോന്ന, തിരിച്ചു വിളിക്കാം. ഇതിന്റെ ഒന്നും മണ്ടയിൽ ഒന്നും കയറില്ല. രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കും. നമ്മള് ബിസിയാണോ അല്ലെ ഒന്നും തിരക്കില്ല. നിന്നോടല്ലേ ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു? അതെ, നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഒന്ന് പറയുന്നതൊക്കെ ഞാൻ തിരിച്ചു വിളിക്കാം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്, കേട്ടിട്ട് വെച്ചാ മതി. നീ ഒന്ന് വെച്ചിട്ട് പോടി. ഓ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ മാത്രം നിങ്ങൾക്ക് സമയമുണ്ടല്ലേ സംസാരിക്കാൻ? ഞാൻ വിളിച്ചാൽ സമയമില്ല. മര്യാദയ്ക്ക് വെച്ചിട്ട് പോകാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യുന്നത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഒരു മയത്തിലൊക്കെ സംസാരിക്കണ്ടേ? മയത്തിലോ? എവരെടുത്തോ? ഒന്നും മനസ്സിലാവില്ലെന്നേ. ദാ എന്റെ ഭാര്യ വിളിക്കുന്നു. നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ഹലോ ഏട്ടാ, എവിടെയാ? മോളെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഒരു വൈകുന്നേരം ആകുമ്പോൾ വരാം മോളെ. ശരി ഏട്ടാ, ബൈ. ഓക്കെ, ബൈ മോളു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. പിന്നെ നീ ആ ഫോൺ എടുക്ക്, ഞാൻ ദാ സൈഡിൽ നിർത്തരാം. നല്ലപോലെ സംസാരിക്കും മയത്തിൽ. എല്ലാം സോൾവ് ആക്കാം. അത് വേണോ? വേണം വേണം. ഹലോ, എന്തായി? ഒരു വിധം സോൾവ് ആയാലേ. ഇത്രേ ഉള്ളൂ. കണ്ട, വളരെ സിമ്പിൾ ആണ്. ദാ എന്റെ മോള് വിളിക്കുന്നു. ആ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്റെ കൈയും കാലും തളരും. നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നീ സമാധാനമായിട്ടിരിക്കും. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നേ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ സീരിയല് അമൃത ആരെ കൂടെ ഒളിച്ചോടി പോയി. നീ പറഞ്ഞ ശരിയാണ് അളിയാ. ഇവളൊന്നും ഒരു കാലത്തും നന്നാവില്ല.